ഹലോ, അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ബിജോയ്. അപ്പോൾ നമ്മൾ ഈ ചാനലിൽ നോക്കുന്നത് ഫിനാൻസും പിന്നെ ഇപ്പോൾ ഒരു പുതിയ കണ്ടൻറ്റും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അതായത് യൂട്യൂബിൻ്റെ കാര്യങ്ങളാണ്. അതായത് യൂട്യൂബ് ചാനൽ എങ്ങനെ തുടങ്ങാം, അല്ലെങ്കിൽ എന്താ പറയുക, യൂട്യൂബിൻ്റെ ഒപ്റ്റിമൈസേഷൻ, SEO, പിന്നെ നമ്മുടെ സെർച്ചിൽ എങ്ങനെ കൊണ്ടുവരാം എന്നുള്ളത്, അതായത് ഇപ്പോൾ വാച്ച് അവർ കയറാതെ കിടക്കുന്നവർക്കുള്ള പ്രശ്നങ്ങൾ, അതൊക്കെ നമുക്ക് എങ്ങനെ പരിഹരിക്കാം എന്നുള്ളതും കൂടെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ രണ്ടും കൂടെ ഒരു മിക്സ്ഡ്. ഇപ്പം നമ്മൾ യൂട്യൂബിന് നമ്മൾ ചാനൽ തുടങ്ങുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണി മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമ്മൾ രണ്ടും കൂടെ അഡ്ജസ്റ്റ് ചെയ്തങ്ങ് പോകും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് എങ്ങനെ നമുക്കൊരു യൂട്യൂബ് ചാനൽ, അതായത് കറക്റ്റായിട്ടുള്ള ഒരു യൂട്യൂബ് ചാനൽ എങ്ങനെ തുടങ്ങാം. അതായത് ഇപ്പം ജസ്റ്റ് ചുമ്മാ കുറേ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് കാര്യമില്ല. അതിൻ്റെ ഒപ്റ്റിമൈസേഷനും കാര്യങ്ങളും കുറച്ച് സ്റ്റെപ്പായിട്ട് നമുക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അതിലോട്ടാണ് നമ്മൾ നേരെ പോകുന്നത്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഓക്കെ, ആദ്യം നമുക്ക് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാനായിട്ട് വേണ്ടതെന്ന് പറഞ്ഞാൽ ജിമെയിൽ അക്കൗണ്ടാണ്. ഓക്കെ, ജിമെയിൽ അക്കൗണ്ട് നമുക്ക് യൂട്യൂബ് സാധാ ഇങ്ങനെ വെറുതെ കാണുന്നതിന് നമുക്ക് എന്ത് ചെയ്യാം, ജിമെയിൽ അക്കൗണ്ട് ഒന്നും വേണ്ട. അതായത് നമുക്ക് ജസ്റ്റ് ഒന്ന് യൂട്യൂബിൽ ഏതെങ്കിലും വീഡിയോസ് കണ്ടു തുടങ്ങാനായിട്ട് നമുക്ക് ഇമെയിൽ അക്കൗണ്ടിൻ്റെയോ ഒന്നിൻ്റെ ആവശ്യമില്ല. അത് നമുക്ക് ആദ്യം ജിമെയിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. നിങ്ങൾ ജസ്റ്റ് ഗൂഗിളിൽ പോയതിന് ശേഷം ജിമെയിൽ അക്കൗണ്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ ക്രോം ആയിക്കോട്ടെ, നിങ്ങളുടെ മൊബൈലായാലും ഏതായാലും കുഴപ്പമില്ല, ജിമെയിൽ അക്കൗണ്ട്. അപ്പോൾ നിങ്ങൾ സെർച്ച് ചെയ്യുമ്പോൾ തന്നെ ക്രിയേറ്റ് എ ജിമെയിൽ അക്കൗണ്ട് എന്നുള്ളൊരു ഓപ്ഷൻ വരും. ഓക്കെ, അവിടെ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതുപോലൊരു പേജിലോട്ട് വരും. അവിടെ ഞാൻ ക്രിയേറ്റ് ആൻ അക്കൗണ്ട് എന്നുള്ളൊരു ഓപ്ഷനിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ, അപ്പം നമുക്ക് ഇതുപോലത്തെ ഒരു ഇൻ്റർഫേസ് കാണാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് നെയിം എന്താണെന്നുള്ളത് അടിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ എന്ത് ചെയ്യുക, എൻ്റെ പേരിന് അടിക്കാം, ബിജോയ് എന്നടിക്കുക. എന്നിട്ട് ബിജോയ് എന്ന് വീണ്ടും അടിക്കുക, ബിജോയ്. ഓക്കെ, അപ്പോൾ യൂസർ നെയിം എന്ന് പറയുന്നത് ഇത് നമ്മുടെ ഇഷ്ടമുള്ള പേര്, നമ്മുടെ കറക്റ്റായിട്ടുള്ള പേര് കൊടുത്താൽ അത് മതി. യൂസർ നെയിം എന്നുള്ളത് നമ്മുടെ ഇപ്പോൾ എൻ്റെ ഒരു ഇമെയിൽ അക്കൗണ്ട് എടുത്തു കഴിഞ്ഞാൽ mrbijoy@gmail.com എന്ന് പറയും പോലെ നമുക്കൊരു ഇമെയിൽ അക്കൗണ്ട് വേണം. ഓക്കെ, ഞാനിപ്പോൾ ബിജോയ് എന്ന് അടിച്ചിട്ട് വീണ്ടും ബിജോയ് എന്ന് അടിക്കുകയാണ്. അപ്പോൾ അവിടെ ഉണ്ടോ, അവൈലബിൾ ആണോ ഇല്ല എന്നുള്ളത് കാണിക്കുക. അപ്പോൾ ഇതേപോലൊരു പേജ് ഉണ്ട്. അതായത് ഒരാൾക്ക് ആരോ ഇതുപോലൊരു മെയിൽ ID അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ എന്ത് ചെയ്യാണ്, ബിജോയുടെ അവിടെ 1 2 3 4 5 6 7 8 9 ചുമ്മാ ജസ്റ്റ് ഒന്ന് ഇടുകയാണ്. ഓക്കെ, ഇതും എടുത്തിട്ടുണ്ടോ, താരഡൈവൻ. ഓക്കെ, അതിൻ്റെ കൂടെ തന്നെ ഞാൻ എന്ത് ചെയ്യാം, ബിജോയ് എന്ന് ടൈപ്പ് ചെയ്ത് നോക്കാം, അവൈലബിൾ ആണോ. ഓക്കെ, ഇത്രയും അവൈലബിൾ ആണ്. അതായത് ഞാനിപ്പോൾ അടിച്ചത് ബിജോയ്. ഇപ്പം നിങ്ങളുടെ പേര് ഏതായാലും ജസ്റ്റ് ഇങ്ങനെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഇവർ കാണിച്ചു തരും. എന്നാൽ നമുക്ക് പേര് കറക്റ്റായിട്ട് കിട്ടില്ലല്ലോ. ഇപ്പോൾ ഇതിനകത്ത് BB എന്നൊക്കെയാണ് അടിച്ചിട്ടുള്ളത്. ഓക്കെ, അടുത്ത പാസ്വേഡ്. എപ്പോഴും യൂട്യൂബിൻ്റെ ഒരു അക്കൗണ്ട് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ചുമ്മാ ഒരു ഇമെയിൽ ID വെക്കുമ്പോൾ നമ്മളിപ്പോൾ മിക്കവരുടെയും നമ്മുടെ ഇമെയിൽ അക്കൗണ്ട് എന്ന് പറയുന്നത് നമ്മൾ ഇപ്പോൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് നമുക്കൊരു മെയിൽ ID വേണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നേരെ ഒരു നമ്മുടെ അക്ഷയ സെൻറ്ററിലോ അല്ലെങ്കിൽ കഫേ സെൻറ്ററിൽ ചെന്നിട്ട് ഒരു മെയിൽ ID ഉണ്ടാക്കണമെന്ന് പറയും. അവിടുത്തെ സ്റ്റാഫുകൾ നമുക്ക് എന്താ ചെയ്യണം, പാസ്വേഡായിട്ട് സെറ്റ് ചെയ്യുന്നത് നമ്മുടെ മൊബൈൽ നമ്പറാണല്ലേ, മൊബൈൽ നമ്പർ. അപ്പോൾ അത് ഒരിക്കലും ചെയ്യരുത്. ഓക്കെ, മൊബൈൽ നമ്പർ, കാരണം നിങ്ങളുടെ ഈസി ആയിട്ട് ഒരാൾക്ക് ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. അതായത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ, അതായത് നിങ്ങളുടെ ഇമെയിൽ ID വേറൊരു ഫോണിലോട്ടോ അവർക്ക് ഈസി ആയിട്ട് ഹാക്ക് ചെയ്യാം എന്ന് വേണമെങ്കിൽ പറയാം, ഇല്ലാന്നുണ്ടെങ്കിൽ മോഷ്ടിക്കാം എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, അപ്പോൾ പാസ്വേഡ് എപ്പോഴും സ്ട്രോങ് ആയിട്ട് ഇടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര സ്ട്രോങ് ആയിട്ട് ഇട്ടാലും പോകേണ്ടതൊക്കെ പോവും, എന്നാലും നമ്മളൊന്ന് സൂക്ഷിക്കുക. അപ്പോൾ ബെസ്റ്റായിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം. ഇപ്പം ഞാൻ വെറുതെ ഇങ്ങനെ ബി എന്നടിച്ചു, എന്നിട്ട് 1 2 3 ഇങ്ങനെ അടിച്ചു, എന്നിട്ട് വീണ്ടും ഇങ്ങനെ ഒരു കമ്പൈനും കൊടുത്തിട്ട് എൻ്റെ ഒരു ഈ അറ്റോ അങ്ങനെ എല്ലാം ജസ്റ്റ് ഒന്ന് അടിക്കുകയാണ്. ഓക്കെ, ഇതുപോലെ ഒരു പാസ്വേഡ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. ഇപ്പം ഞാൻ കാണാതെ ഇനി ചെയ്യാം. ഓക്കെ, ഞാൻ ഒരു പാസ്വേഡ് സെറ്റ് ചെയ്യട്ടെ. ചേട്ടാ, ഞാൻ മറന്നും പോയല്ലോ. ഓക്കെ, എന്തായാലും നിങ്ങൾക്ക് കാണിച്ചു തരാം. പിന്നെ അപ്പോൾ ഞാൻ ഇത് നമ്മൾ കൺഫേം ആയിട്ട് കൊടുക്കേണ്ടതായിട്ടുണ്ട്. കൺഫേം. ഓക്കെ, ജസ്റ്റ് ഒന്ന് കൺഫേം ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ നെക്സ്റ്റ് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഫോൺ നമ്പർ ചോദിക്കും. ഫോൺ നമ്പർ ഇപ്പോൾ ഫോൺ നമ്പർ ഓപ്ഷണലെന്നാണ് അവർ കൊടുത്തിട്ടുള്ളത്. പിന്നെ റിക്കവറി ഇമെയിലും ചോദിക്കുന്നുണ്ട്. അതായത് ഇത് ഓപ്ഷണലാണ്. അതായത് നിങ്ങളുടെ ഫോൺ നമ്പർ വേണമെങ്കിൽ കൊടുത്താൽ മതി. അടുത്ത റിക്കവറി ഇമെയിൽ അഡ്രസ്സ്. നിങ്ങൾക്ക് ഓൾറെഡി ഒരു ഇമെയിൽ അഡ്രസ്സ് ഉണ്ടെന്ന് വെച്ച്
ഇത് അഥവാ ഇത് ഹാക്ക് ആവുകയോ അല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ നിങ്ങളുടെ പാസ്വേഡ് നിങ്ങൾ മറന്നു പോവുകയോ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് നമുക്കൊരു OTP ആയിട്ട് നമ്മൾ അടിച്ചു കൊടുക്കുന്ന ഇമെയിൽ അഡ്രസ്സിലൂടെ നമുക്കൊരു OTP ആയിട്ട് കിട്ടും. അതൊരു ഉപയോഗമുള്ള കാര്യമാണ്. അടുത്ത് നമ്മൾ ജനിച്ച മാസം ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ജനിച്ച മാസമൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ ജെൻഡർ ഫീമെയിൽ ആണോ മെയിൽ ആണോ റാദർ നോട്ട് സേ അല്ലെങ്കിൽ കസ്റ്റം ആണോ എന്നുള്ളത് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ നെക്സ്റ്റ് അടിക്കുക. ഓക്കെ, നെക്സ്റ്റ് അടിക്കുമ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അല്ലേ. അപ്പോൾ ഓക്കെ, നെക്സ്റ്റ് ജെൻഡർ മെയിൽ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു നമ്മുടെ ഒരു ഫോർമാറ്റിലോട്ട് വരും. അപ്പോൾ നമ്മൾ എഗ്രി എന്നുള്ളൊരു ഓപ്ഷനിൽ സെറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഇമെയിൽ ID അക്കൗണ്ട് ക്രിയേറ്റ് ആയി കഴിഞ്ഞു. ഓക്കെ, നമ്മൾ ഡാറ്റാ പോളിസി അല്ല. അപ്പോൾ ഞാൻ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നില്ല, ഓൾറെഡി അക്കൗണ്ട് ഉള്ളതുകൊണ്ട് ചുമ്മാ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് ഒരു കാര്യമില്ല. അപ്പോൾ അടുത്ത് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നേരെ യൂട്യൂബിലോട്ട് വിടുക. ഓക്കെ, മൊബൈലിലാണെന്നുണ്ടെങ്കിൽ ഓൾറെഡി അത് ആയിക്കോളും. ഇല്ല, ഇനി ആവാത്തവർക്കുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് യൂട്യൂബിലോട്ട് പോവുക. യൂട്യൂബിലോട്ട് പോകുന്ന സമയത്ത് ഇതുപോലെ ഒരു ഐക്കൺ ഉണ്ടാവും. അതായത് ഇനി ഡെസ്ക്ടോപ്പിൽ ഓപ്പൺ ചെയ്താലും ശരി മൊബൈലിൽ ഓപ്പൺ ചെയ്താലും ശരി ഇതുപോലൊരു ഐക്കൺ ഉണ്ടാവും. അതായത് ഈ ഐക്കണിൽ നിങ്ങൾ ജസ്റ്റ് ഒന്നിങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഇതിപ്പോൾ എൻ്റെ ചാനലിൻ്റെ ഞാൻ ജസ്റ്റ് ഒന്ന് ഉണ്ടാക്കിയ പേരാണ്. ഇവിടെ നിങ്ങൾക്ക് സൈൻ ഇൻ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും. സൈൻ ഇൻ. അപ്പം സൈൻ ഇൻ എന്നുള്ള ഇല്ലാത്തവർക്ക് ഓൾറെഡി ഈ നമ്മുടെ ഇമെയിൽ ID സിങ്ക് ആയിട്ടുണ്ട്. സൈൻ ഇൻ എന്നുള്ളവർക്ക് സൈൻ ഇൻ ഉള്ളവർക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, സൈൻ ഇൻ കൊടുത്തിട്ട് നിങ്ങളുടെ ഈ ഇപ്പോൾ ജസ്റ്റ് ഒന്ന് ക്രിയേറ്റ് ചെയ്ത് ഇമെയിൽ ID പാസ്വേഡ് സെറ്റ് ചെയ്യുക. ഓക്കെ, സെറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതുപോലൊരു ഇൻ്റർഫേസ് വരും. അതായത് നമ്മുടെ ഹോം, കറക്റ്റ് ഹോം, അതായത് കറക്റ്റ് നമ്മുടെ ഹോം വരും. ഓക്കെ, ഇതിൻ്റെ അകത്താണ് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന ബാക്കി കാര്യം. അപ്പോൾ മൊബൈലിൻ്റെ അകത്ത് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ യൂട്യൂബ് സ്റ്റുഡിയോ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനും കൂടെ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് വയ്ക്കുക. ഓക്കെ, കമ്പ്യൂട്ടറിൽ ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ എന്നുള്ള എൻ്റെ ഒരു അഭിപ്രായം. നിങ്ങൾ ഇതുപോലെ ഈ ഓപ്ഷനിൽ സെറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് യുവർ ചാനൽ എന്നുണ്ടാവും, യൂട്യൂബ് സ്റ്റുഡിയോ എന്നുണ്ടാവും, സൈൻ ഔട്ട്, സ്വിച്ച് അക്കൗണ്ട് എല്ലാം ഉണ്ടാവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, യൂട്യൂബ് സ്റ്റുഡിയോ എന്നുള്ളൊരു ഓപ്ഷനിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇവിടെ എനിക്ക് പേര് വന്ന് ഇപ്പോൾ ഡാഷ്ബോർഡ് ഉണ്ട്, കണ്ടൻറ് ഉണ്ട്, അനലിറ്റിക്സ് ഉണ്ട്. ഇതിൻ്റെ ഏറ്റവും താഴെ കസ്റ്റമൈസേഷൻ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ ജസ്റ്റ് ഒന്ന് നിങ്ങൾ ക്ലിക്ക് ചെയ്യും. ഓക്കെ, ക്ലിക്ക് ചെയ്തല്ലോ. എന്നിട്ട് അവിടെ നിങ്ങൾക്ക് 3 എണ്ണം കാണാൻ പറ്റും: ലേഔട്ട്, ബ്രാൻഡിങ്, ബേസിക് ഇൻഫോ. അപ്പോൾ ബേസിക് ഇൻഫോൻ്റെ അകത്താണ് നമ്മുടെ പേരും കാര്യങ്ങളൊക്കെ വരുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ എങ്ങനെയാണ് ഇത് സെറ്റ് ചെയ്യാന്നുള്ളത് നോക്ക്. ഓക്കെ, ബേസിക് ഇൻഫോൻ്റെ അകത്ത് നമുക്ക് ഇപ്പോൾ ഇഷ്ടമുള്ള ഒരു പേര് സെറ്റ് ചെയ്യുക. അതായത് നമ്മുടെ ചാനലിൻ്റെ പേരാണ്. ഞാനിപ്പോൾ എന്ത് ചെയ്യാനാണ്, മിസ്റ്റർ ബിജോയ് 2.0 വെറുതെ ഒന്ന് സെറ്റ് ചെയ്യുകയാണേ. അടുത്തത് ഞാൻ വീണ്ടും സെറ്റ് ഹാൻഡിൽ. അത് നമ്മൾ ഷോർട്സൊക്കെ കാണുന്ന സമയത്ത് ഇതാണ് നമ്മുടെ ആവശ്യമായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ 2.1 ഇട്ടു. ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ഇപ്പോൾ ഇത് അവൈലബിൾ അല്ല കേട്ടോ, അപ്പം ഒരു 0 കൂടി ഇടാം. ഓക്കെ, അവൈലബിൾ ആണ്. ഡിസ്ക്രിപ്ഷൻ ഞാനൊരു ഹെൽത്ത് ചാനലാണ് തുടങ്ങുന്നത്. ഹായ്, വെൽക്കം ടു മൈ ഹെൽത്ത് ചാനൽ. ഓക്കെ, ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് ഒരു ഫോർമാലിറ്റിക്ക് വേണ്ടിയിട്ട് വേണമെങ്കിൽ പറയാം. ഒരു ഡിസ്ക്രിപ്ഷൻ സെറ്റ് ചെയ്യുന്നു, എന്നിട്ട് പബ്ലിഷ് എന്നുള്ളൊരു ഓപ്ഷനിലുണ്ട്. നിങ്ങൾ പബ്ലിഷ് ഇപ്പം ചെയ്യേണ്ട കാര്യമില്ല. അതിനടുത്ത് ബ്രാൻഡിങ്ങിലോട്ട് വരിക. ബ്രാൻഡിങ്ങിലോട്ട് വരുമ്പോഴാണ് ഇവിടെ നമ്മുടെ പ്രൊഫൈൽ പിക്ചർ ആഡ് ചെയ്യേണ്ടതായിട്ട് വരിക. അതായത് പ്രൊഫൈൽ പിക്ചർ. അപ്പോൾ പ്രൊഫൈൽ പിക്ചർ ചെയ്യാനായിട്ട് അറിയാത്തവർക്ക്, നിങ്ങളുടെ മുഖമല്ല, ഇപ്പം നിങ്ങൾക്ക് ഹെൽത്തിൻ്റെ ആണോ വേണ്ടെന്നുള്ളവർക്ക് ഇപ്പോൾ ജസ്റ്റ് നിങ്ങളൊരു ഐക്കൺ ഫൈൻഡർ എന്ന് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്യുക. ഓക്കെ, ഗൂഗിളിൽ ജസ്റ്റ് ഒന്ന് ഐക്കൺ ഫൈൻഡർ എന്ന് ടൈപ്പ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഐക്കൺസ്, ഇഷ്ടംപോലെ ഐക്കൺസ് നമുക്ക് അവൈലബിൾ ആണ്. ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് ഹെൽത്ത് ഒന്ന് ടൈപ്പ് ചെയ്യുകയാണ്, ഹെൽത്ത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് ഫ്രീ ആയിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇവിടെ ജസ്റ്റ് ഒന്ന് ഫ്രീ ആക്കി കൊടുക്കുന്നു. അപ്പോൾ ഫ്രീ ആയിട്ടുള്ള ഓപ്ഷൻസ് കാണിക്കും. ഇതെല്ലാം ഫ്രീ ആയിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഹെൽത്തിൻ്റെ എനിക്ക് തോന്നുന്നു ഇത് ബെറ്റർ ആണെന്ന് തോന്നി. ഞാൻ ഇതിൻ്റെ അകത്ത് എന്ത് ചെയ്തു, മോർ സൈസസിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് എൻ്റെ 512 px എന്നുള്ളതിൽ കൊടുത്തതിന് ശേഷം ഡൗൺലോഡ് ചെയ്തു. അപ്പോൾ നമ്മുടെ ഡൗൺലോഡ് സ്റ്റാർട്ടായി. ഓക്കെ, എന്നിട്ട് ഞാൻ എന്ത് ചെയ്യാണ്, ആ ഇമേജ് അപ്ലോഡ് ചെയ്യുകയാണ്. ഓക്കെ, അപ്ലോഡ് ചെയ്തു, ഡൺ. അത് ഫ്രീ ടു യൂസ് ആണ്, നമുക്ക് കോപ്പിറൈറ്റ് ഒന്നും കിട്ടില്ല. അടുത്ത് ബാനർ ഇമേജ് ഉണ്ടാക്കണമല്ലോ. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് വീണ്ടും ക്രോമിലോട്ട് പോവുക. എന്നിട്ട് ക്യാൻവ എന്ന് ടൈപ്പ് ചെയ്യാം. ക്യാൻവ എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലൊരു ഇൻ്റർഫേസ് ആയിരിക്കും വരിക. അവിടെ നമ്മൾ ജസ്റ്റ് വീണ്ടും ഒന്ന് യൂട്യൂബ് ബാനർ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. യൂട്യൂബ് ബാനർ എന്ന് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് കുറേ കാര്യങ്ങൾ ഇവർ കാണിച്ചു തരാം. അതായത് പ്രീസെറ്റ് ആയിട്ടുള്ള, നമുക്ക് ഇത് എടുത്തിട്ട് കസ്റ്റമൈസ് മാത്രം ചെയ്താൽ മതി. ഞാനതെങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം. നിങ്ങൾക്ക് പുതിയൊരു അതായത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഡിസൈൻ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്തുള്ള എലമെൻറ്റ്സ് വെച്ചിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ഈ പൂജേനെയൊക്കെ എവിടെ കൊണ്ടുവച്ചിട്ട്
അങ്ങനെ ഒരു ഇങ്ങനെ ബാനറായിട്ട് സെറ്റ് ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ അവർ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഏതെങ്കിലും ബാനർ എടുക്കുക. ഈ ക്യാഷ് എന്നുള്ളതിലൊന്നും ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാതിരിക്കുക മാക്സിമം, കാരണം ക്യാഷ് കൊടുക്കേണ്ടതായിട്ട് വരും. ഓക്കെ, നമുക്കപ്പം അവരുടെ വാട്ടർ മാർക്കും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പം ഞാൻ ഈ ഒരു ബാനർ എടുത്തു, എനിക്കിഷ്ടപ്പെട്ടു. അപ്പം ഞാൻ ഇതിനെ സെലക്ട് ചെയ്തതിന് ശേഷം കസ്റ്റമൈസ് ദിസ് ടെംപ്ലേറ്റ് എന്നുള്ളതിൽ കൊടുത്തതിന് ശേഷം അവിടെ നമ്മൾ കസ്റ്റമൈസേഷൻ ഓപ്ഷനുണ്ട്. അപ്പം ഞാൻ ഈ പുള്ളിക്കാരൻ്റെ ഇമേജ് ഒന്ന് ഡിലീറ്റ് ചെയ്യുകയാണെ. ഡിലീറ്റ് ഇമേജ് കൊടുക്കുന്നു. എന്നിട്ട് ഇതേപോലെ ഒരു ഇമേജ് എനിക്ക് വേണ്ടേ. അടുത്ത് ഞാൻ എന്ത് ചെയ്യാം, ഒരു അപ്ലോഡ്സിലോട്ട് പോയതിന് ശേഷം അപ്ലോഡ്സിൽ സെക്ഷനിൽ എത്തിയതിന് ശേഷം അപ്ലോഡ് ഫയൽസ് എന്നുള്ള ഓപ്ഷനിൽ എത്തിയിട്ട് നമ്മളിപ്പോൾ ഡൗൺലോഡ് ചെയ്ത ഇമേജ് ഒന്ന് എടുത്തു. ഓക്കെ, അതിന് ഞാൻ എന്ത് ചെയ്തു, ഇതിൻ്റെ അകത്തോട്ട് കൊണ്ടുവന്നു. അപ്പോൾ എൻ്റെ ചാനലിൻ്റെ ഇതായി, അതായത് എൻ്റെ ഒരു ഇമേജായി. ഓക്കെ, ഈ സാമുവൽ വാട്ടർ സണ്ണുള്ളതിനെ ഞാൻ മാറ്റിയിട്ട് എന്ത് ചെയ്യാണ്, എൻ്റെ ചാനലിൻ്റെ പേരെന്തോ മിസ്റ്റർ ബിജോയ് ഹെൽത്ത് എന്ന് വെച്ചോ, ഹെൽത്ത് 2.0 ആണെന്ന് തോന്നുന്നു. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒന്ന് ഹെൽത്ത് ഒന്ന് ടൈപ്പ് ചെയ്തു. എന്നിട്ട് ഇപ്പോൾ ഫിനാൻസ് അക്കാദമിക്ക് പകരം ഞാൻ ഹെൽത്ത് ചാനലൊന്ന് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്യണം. നിങ്ങൾക്കൊരു ഉദാഹരണം കാണിച്ചു തരുന്നതാണ്. ഓക്കെ, അത് കാണിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം ഈ സബ്സ്ക്രൈബ് എന്നുള്ള ബട്ടണിനെ നിങ്ങൾ മാക്സിമം ഒന്ന് ചെറുതാക്കിയതിന് ശേഷം ഇങ്ങോട്ട് കൊണ്ടുപോയിക്കുക. ഓക്കെ, നമ്മൾ അത് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഞാൻ കാണിച്ചത് ഇതിനെ ഡിലീറ്റ് ചെയ്ത് കളയാം. ഓക്കെ, ഇതിനെ എല്ലാത്തിനെയും ചെറുതാക്കുന്നതാണ് നമ്മുടെ ആരോഗ്യത്തിന് നല്ലത്. അത് എന്താണ് കാര്യം എന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം. കാര്യം ഇത്രയും ബാനർ ഇമേജ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ മൊബൈലും അതുപോലുള്ള സെക്ഷനിലെല്ലാം ഇത് കാണുന്നത് കുഞ്ഞായിട്ടായിരിക്കും അല്ലേ, മൊബൈലിലൊക്കെ നമുക്ക് ഇത് കാണണ്ടേ. അപ്പോൾ അതെങ്ങനെ ചെയ്യാമെന്നുള്ളത് അടുത്ത് നോക്കാം. ഓക്കെ, ഷെയർ എന്നുള്ളൊരു ഓപ്ഷനിൽ നിങ്ങൾ നേരെ പോവുക. എന്നിട്ട് ഡൗൺലോഡ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും. അവിടെ PNG തന്നെ മതി, നമുക്ക് PNG തന്നെ മതി. എന്നിട്ട് അതിനെ ഡൗൺലോഡ് ചെയ്യുക. കുറച്ച് കഴിയുമ്പോൾ എന്ത് ചെയ്യും, ഡൗൺലോഡ് സ്റ്റാർട്ട് ആവുന്നവരെ വെയിറ്റ് ചെയ്യും. ഓക്കെ, കുറച്ച് കഴിയുമ്പോൾ ഡൗൺലോഡ് കംപ്ലീറ്റ് ആവും. അപ്പം നമ്മുടെ ഇത് ഡൗൺലോഡ് ആയിട്ടുണ്ട്. ഓക്കെ, എന്നിട്ട് നമ്മൾ അപ്ലോഡ് എന്നുള്ള സെക്ഷനിൽ വീണ്ടും യൂട്യൂബിലോട്ട് പോയിട്ട് ബാനർ ഇമേജിന് അപ്ലോഡ് എന്നുള്ള സെക്ഷനിൽ ഇപ്പോൾ ഡൗൺലോഡ് ചെയ്ത സാധനത്തിൽ ഓപ്പൺ ചെയ്തിട്ട് നോക്കുമ്പോൾ നിങ്ങൾക്ക് കാര്യം പിടികിട്ടിയല്ലോ. അതായത് ഞാൻ ഇപ്പം ഉദ്ദേശിച്ചത് മനസ്സിലായോ, മിസ്റ്റർ ബിജോയ് ഹെൽത്ത് ഇപ്പോൾ ഇത്രയും ആൾക്കാർക്ക് എല്ലാ ഡിവൈസിലും കാണണമെങ്കിൽ ഇങ്ങനെ കാണും. ഇപ്പോൾ കമ്പ്യൂട്ടറിലാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കാണിക്കും. TV-യിലാണ് അവർ ഇടുന്നതെങ്കിൽ ബാക്കിലെ ഇമേജ് ഇങ്ങനെ കാണിക്കും. അപ്പോൾ നമ്മൾ എല്ലാത്തിലും ഉള്ള ഡിവൈസിൽ ഇപ്പോൾ മിസ്റ്റർ ബിജോയ് ഹെൽത്ത് ചാനൽ സബ്സ്ക്രൈബ് ഞാൻ ഇത് ഒന്ന് സെലക്ട് ചെയ്തതിന് ശേഷം ഡണ്ണ് കൊടുക്കുകയാണ്. ഓക്കെ, ഇങ്ങനെ ആയിരിക്കും എൻ്റെ ഒരു ഇൻ്റർഫേസ്. ഇത് വീഡിയോ വാട്ടർമാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വീഡിയോയുടെ റൈറ്റ് സൈഡിൽ ഒരു സബ്സ്ക്രൈബ് എന്നോ അല്ലെങ്കിൽ എൻ്റെ ഒരു ഇമേജോ അങ്ങനെ വല്ലതുമായിരിക്കും ഉണ്ടാവുക. ഇതെങ്ങനെ സെറ്റ് ചെയ്യാമെന്ന് പറഞ്ഞാൽ 150x150. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് നമ്മൾ ഗൂഗിൾ പോയതിന് ശേഷം സബ്സ്ക്രൈബ് വാട്ടർമാർക്ക് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ടൈപ്പ് ചെയ്താൽ മതി. എന്നിട്ട് സെർച്ച് ചെയ്യാം. എന്നിട്ട് ഇമേജസ് സെക്ഷനിൽ പോവുക. യഥാർത്ഥം പറഞ്ഞാൽ ഇങ്ങനെ ചെയ്തുകൂടാ, പക്ഷേ ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറ്. ഓക്കെ, ഇവിടെ ജസ്റ്റ് ഒന്ന് ഇഷ്ടമുള്ള ഒരു സബ്സ്ക്രൈബ് ബട്ടൺ എടുക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യാണ്, സേവ് ഇമേജ് കൊടുക്കുന്നു. എന്നിട്ട് ഡൗൺലോഡ് സെക്ഷനിൽ കൊടുത്തിട്ട് ഡൗൺലോഡ് ചെയ്യുന്നു. ഓക്കെ, അടുത്ത ഞാൻ എന്ത് ചെയ്യാണ്, ഈ യൂട്യൂബ് സ്റ്റുഡിയോയ്ക്കകത്ത് വന്നിട്ട് അപ്ലോഡ് കൊടുക്കുന്നു. എന്നിട്ട് ഇപ്പോൾ ഞാൻ ഡൗൺലോഡ് ചെയ്ത സബ്സ്ക്രൈബ് ബട്ടൺ കൊടുക്കുന്നു, ഡണ്ണ് കൊടുക്കുന്നു. അപ്പോൾ എൻ്റെ എല്ലാ വീഡിയോൻ്റെയും റൈറ്റ് സൈഡിൽ ഇതേപോലെ സബ്സ്ക്രൈബ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും. ഓക്കെ, എന്നിട്ട് ഞാൻ ഇപ്പോൾ എനിക്ക് ബ്രാൻഡിങ് ആയി, ബേസിക് ഇൻഫോ ആയി, എല്ലാം ആയി. ഞാൻ പബ്ലിഷ് ചെയ്യുകയാണേ. എൻ്റെ ചാനൽ പബ്ലിഷിലോട്ട് പോവുകയാണ്. അപ്പോൾ അത് കുറച്ച് ടൈം എടുക്കും. അപ്പോൾ നിങ്ങളത് വെയിറ്റ് ചെയ്യുക. ഓക്കെ, ഈ സെക്ഷൻ തീരുന്നത് വരെ വെയിറ്റ് ചെയ്യുക. ഓക്കെ, അത് നിങ്ങളുടെ നെറ്റ്വർക്കിൻ്റെ സ്പീഡ് അനുസരിച്ചിരിക്കും ഇതെല്ലാം അതിലോട്ടാവുന്നത്, നമ്മുടെ ചാനൽ അതിലോട്ടാവുന്നത്. അടുത്ത് നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് 2 തരത്തിൽ ഒപ്റ്റിമൈസേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ടൂൾസ് ഉണ്ട്. അതായത് ട്യൂബ് ബഡ്ഡി എന്നുള്ളൊരു ഓപ്ഷനും ഉണ്ട്, വിഡൈക്യൂ എന്നുള്ളൊരു ഓപ്ഷനും ഉണ്ട്. അപ്പം ഞാൻ ഇതിൽ ഇട്ടിരിക്കുന്നത് ഓൾറെഡി ഇട്ടിട്ടുണ്ട്, ട്യൂബ് ബഡ്ഡിയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഈ ട്യൂബ് ബഡ്ഡിയും ഉണ്ട്, അതേപോലെ തന്നെയാണ് വിഡൈക്യൂ. ജസ്റ്റ് നിങ്ങൾ ഇപ്പോൾ വിഡൈക്യൂൻ്റെ അകത്ത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ സൈൻ അപ്പ് വിത്ത് യുവർ ഗൂഗിൾ അക്കൗണ്ട് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും. അവിടെ നിങ്ങൾ കൊടുത്തതിന് ശേഷം നമ്മളിപ്പോൾ നമ്മളിപ്പം ക്രിയേറ്റ് ചെയ്ത ഗൂഗിൾ അക്കൗണ്ട് ഇവരുടെ കയ്യിലോട്ട് കൊടുക്കുക. അപ്പോൾ ഓൾറെഡി തന്നെ നമ്മുടെ ഇതിലോട്ട് എന്ത് ചെയ്യും, ഓൾറെഡി ഇതിൻ്റെ അകത്തോട്ട് നമ്മുടെ വിഡൈക്യൂ കയറും. അതുപോലെ തന്നെയാണ് ട്യൂബ് ബഡ്ഡിക്കും നമ്മൾ അതുപോലെ തന്നെ എന്ത് ചെയ്യുക, ഇൻസ്റ്റാൾ ഫ്രീ നൗ എന്നുള്ളൊരു ഓപ്ഷനിൽ കൊടുക്കുക. എന്നിട്ട് നമ്മുടെ മെയിൽ ID അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ട്യൂബ് ബഡ്ഡി ഇൻസ്റ്റാൾ ആവും. രണ്ടും കൂടെ ഇൻസ്റ്റാൾ ചെയ്യേണ്ട കാര്യമില്ല, ഏതെങ്കിലും ഒന്ന് മതി.
ഇതെന്ന് പറഞ്ഞാൽ ഒപ്റ്റിമൈസേഷനിൽ നമുക്ക് സഹായിക്കുന്ന ഒരു ടൂളാണ്. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് ആയിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ പറഞ്ഞുതരാം. ഇത് സമയം കൂടി വരുന്നതാണ്. ഓക്കെ, ഞാനിപ്പോൾ എല്ലാം ചെയ്തിട്ടുണ്ട്. ഞാൻ ഒന്ന് റിഫ്രഷ് ചെയ്യുകയാണ്. റിഫ്രഷ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാം എല്ലാം മാറിയിട്ടുണ്ട്. ചാനലിൻ്റെ പേര് മാറിയിട്ടുണ്ട്, ഐക്കൺസും കാര്യങ്ങളെല്ലാം മാറിയിട്ടുണ്ട്. അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിങ്ങൾ നേരെ സെറ്റിങ്സ് എന്നുള്ളൊരു ഓപ്ഷനിൽ ചെല്ലുക. സെറ്റിങ്സ് എന്നുള്ള ഓപ്ഷനിൽ ചെന്നതിന് ശേഷം ചാനൽ എന്നുള്ള ഓപ്ഷനിൽ ചെല്ലുക. അവിടെ നമുക്ക് കൺട്രി റെസിഡൻസ്, നിങ്ങൾക്ക് ഏത് കൺട്രി റെസിഡൻസ് ആണോ നിങ്ങളിപ്പോൾ ഉള്ള കറക്റ്റ്, നിങ്ങളിപ്പോൾ ഗൾഫിലാണെങ്കിൽ ഗൾഫിൽ തന്നെ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്ത്യ എന്നുള്ളൊരു ഓപ്ഷനിൽ ഞാൻ സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് കീവേഡ്സ്, ഇപ്പോൾ എൻ്റേത് ഹെൽത്ത് ചാനലാണ്. അപ്പം ഞാൻ എന്ത് ചെയ്യാണ്, ഇപ്പോൾ മലയാളത്തിലാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഹെൽത്ത് വീഡിയോസ് മലയാളം ജസ്റ്റ് ടൈപ്പ് ചെയ്യുന്നു. അടുത്ത് നിങ്ങൾക്ക് മലയാളം ഹെൽത്ത് വീഡിയോസ്, ഡയറ്റ്, അങ്ങനെ എന്താ പറയുക, ഡയറ്റ് വീഡിയോസ്, ഇതൊക്കെ എന്താണ് ഡയറ്റ് എന്നോ അങ്ങനെ വല്ലതും അടിക്കുക. മലയാളം നിങ്ങൾക്ക്, അതായത് ആൾക്കാർ എങ്ങനെ സെർച്ച് ചെയ്യുന്നു എന്നുള്ളൊരു ഓപ്ഷനിൽ, അതായത് ഡയറ്റിങ്ങോ ഹൗ ടു എന്തെന്ന് പറയാൻ ബെസ്റ്റ് എക്സസൈസുകൾ ഏതൊക്കെയാണെന്നുള്ളത്, ഇതെല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക, കീവേഡായിട്ട് ആൾക്കാർ എങ്ങനെയാണോ ഒരു സെർച്ച്, നിങ്ങളിപ്പോൾ ഒരു വീഡിയോ, ഇപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ സെർച്ച് ചെയ്തെടുത്തെന്ന് വെച്ചോ, ആ വീഡിയോ എങ്ങനെയാണ് നിങ്ങൾക്ക് സെർച്ച് കിട്ടിയത്, അതുപോലെ യൂട്യൂബിൽ ഓരോരുത്തരും സെർച്ച് ചെയ്യാൻ ശ്രമിക്കുമല്ലോ, ആ കീവേഡ്സ് എല്ലാം ഇതിൽ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം സേവ് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ഒരു ചാനൽ കംപ്ലീറ്റ്ലി ഒപ്റ്റിമൈസ്ഡ് ആയിട്ടുണ്ട്. ഇനി നമ്മുടെ അപ്ലോഡ് ഡിഫൾട്ട്സ് എന്നുള്ള ഓപ്ഷനിൽ ആ സെറ്റിങ്സിൽ പോയതിന് ശേഷം അപ്ലോഡ് ഡിഫൾട്ട്സിലും അഡ്വാൻസ്ഡ് സെറ്റിങ്സിലും കാര്യങ്ങളിലും ഉണ്ട്. ഇതെല്ലാം സ്റ്റാൻഡേർഡ് യൂട്യൂബ് ലൈസൻസ് തന്നെ ഇടുക. ഓക്കെ, നമുക്ക് ഇപ്പോൾ ക്രിയേറ്റീവ് കോമൺസിൽ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ വേറെ ഒരാൾ എടുക്കുകയാണ്, ക്രിയേറ്റീവ് കോമൺസിൽ കിടക്കുന്ന ഒരു വീഡിയോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്, ഒരിക്കലും നമുക്കതിന് കോപ്പി റൈറ്റിന് നമുക്ക് കേസ് ഫയൽ ചെയ്യാനോ, കാരണം നമ്മുടെ വീഡിയോ സ്റ്റോളൻ ചെയ്തെന്നോ ഒന്നും നമുക്ക് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ സ്റ്റാൻഡേർഡ് യൂട്യൂബ് ലൈസൻസ്, ഇപ്പം നിങ്ങളുടെ വീഡിയോസ് വേറെ ഒരാൾ കാണണമെന്നല്ല, അവർക്ക് യൂസ് ചെയ്യാം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ക്രിയേറ്റീവ് കോമൺസിൽ ഇട്ട് കൊടുക്കുക. അടുത്ത് നമുക്ക് കമ്മ്യൂണിറ്റിയിലോട്ട് വന്നു കഴിഞ്ഞാൽ കമ്മ്യൂണിറ്റിക്കകത്ത് വേറെ കാര്യങ്ങളൊന്നുമില്ല, സാധാ ഇത് തന്നെയാണ്. പെർമിഷൻ, ഓണർ, ഓക്കെ, വേറെ കാര്യങ്ങൾ ഇതിനകത്ത് അങ്ങനെ അധികമായിട്ടൊന്നും വരാറില്ല. ഓക്കെ, നമുക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത്, വീഡിയോ അപ്ലോഡ് ചെയ്ത് തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് തംബ്നെയിൽ ആഡ് ചെയ്യാനായിട്ട് ഉള്ളൊരു ഓപ്ഷൻ വരും, തംബ്നെയിൽ. അപ്പോൾ തംബ്നെയിലിൻ്റെ അവിടെ നിങ്ങൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ എന്ത് ചെയ്യും, മൊബൈൽ നമ്പർ വെരിഫിക്കേഷന് വേണ്ടിയിട്ട് ചോദിക്കും. അപ്പോൾ മൊബൈൽ നമ്പർ വെരിഫിക്കേഷനിൽ ചോദിക്കുന്ന സമയത്ത് നിങ്ങൾ മൊബൈൽ നമ്പർ ഒന്ന് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കൊരു OTP കിട്ടും, 6 ഡിജിറ്റ് OTP. നേരെ നിങ്ങൾ OTP കൊടുക്കുക, ഡൺ. ഓക്കെ, അത്രയേ ഉള്ളൂ പരിപാടി. ഓക്കെ, അപ്പോൾ നമ്മുടെ ചാനൽ സക്സസ്ഫുള്ളായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടു. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. ഞാൻ ഇനി ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് വരുന്നുണ്ട്. ഓക്കെ, നമ്മളപ്പോൾ ഇൻസ്റ്റാ മോജോയുടെയും എക്സിയുടെയൊക്കെ വീഡിയോസ് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അതിനുവേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക. അതിന് വേണ്ടിയിട്ട് എൻ്റെ ചാനൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. പിന്നെ വീഡിയോ വരാത്തതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ വീഡിയോയ്ക്ക് പരിമിതികളും ഉണ്ട്. പിന്നെ ഇപ്പം ഞാൻ വേറൊരിടത്ത് ജോലിക്ക് കയറിയിട്ടുണ്ട്, അവിടെ നിന്ന് താമസിച്ചാണ് വീട്ടിലെത്താറ്. 8:30 റേഞ്ചൊക്കെ ആവും വീടെത്തുമ്പോൾ. അപ്പം അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കൊണ്ടാണ് വീഡിയോ വരാത്തത്. അപ്പോൾ എന്തായാലും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.